ഹലോ. ഗാർഡനിങ് ചെയ്യുന്നവരുടെ ഏറ്റവും മനപ്രയാസം പിടിച്ച ഒരു പണിയാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കുറേ ചെടികൾ പ്രൂൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെടികളൊക്കെ പ്രൂൺ ചെയ്യാനായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലത് ഇങ്ങനെ നീളം വെച്ചും ചിലത് പൂവില്ലാതെ മുരടിച്ചൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരേക്ക് ഇന്ന് വെട്ടിക്കണ്ടിച്ച് ഒരു പരുവാക്കാൻ പോവുകയാണ്. ഇടയ്ക്ക് ഇവരെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇവർ നന്നായി പൂവിടുകയും പുതിയ തളിരൊക്കെ വരുള്ളൂ കേട്ടോ. നമ്മൾ വിചാരിക്കും ചെടി നശിച്ചു പോകുമെന്ന്, പക്ഷേ അങ്ങനെയല്ല. ഇടയ്ക്ക് അവയെ മാറ്റി മാറ്റി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരിൽ നിന്ന് വീണ്ടും നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് 10 മണിച്ചെടിയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറേ ഉണ്ട്, പക്ഷേ പൂക്കൾ വളരെ കുറവാണ്. എന്തോ ഒരു കറുത്തതായി ഇല ഇങ്ങനെ ചുരുണ്ട് കറുത്തൊക്കെ വരുന്നുണ്ട്. അപ്പോഴേ ഞാൻ വിചാരിച്ചായിരുന്നു ഇവരെ പ്രൂൺ ചെയ്ത് വിടണമെന്ന്. പക്ഷേ നമ്മൾ ഈ മുറിച്ച് കളയുന്ന തണ്ടുകൾ മാറ്റി നടുകയും കൂടി വേണമല്ലോ. അപ്പോൾ അതിനും കൂടിയുള്ളൊരു സമയം കണക്കാക്കിയിട്ടാണ് ഞാൻ അന്നേരം ഒന്നും മുറിച്ച് കളയാതെ വെച്ചിരുന്നത്. പക്ഷേ ഇനിയും അത് കളഞ്ഞില്ലെങ്കിൽ ചെടി തീരെ മോശമായി പോകുന്നുള്ളത് കൊണ്ട് ഞാൻ മുറിച്ച് കളയാൻ തന്നെ വിചാരിച്ചു കേട്ടോ. ആദ്യത്തെ മുറി മുറിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു ഹരമായി, എല്ലാം മുറിച്ച് കളയാനുള്ളൊരു മനസ്സ് ഇപ്പോൾ കയറിയിട്ടുണ്ട്. ഈ ചെടിയൊക്കെ ഞാൻ ഒരിക്കലും മുറിച്ച് കളഞ്ഞതാണേ. മുറിച്ച് കളഞ്ഞാൽ മാത്രമേ ഇതിൽ നിന്ന് പുതിയ പുതിയ തളിപ്പുകൾ വരുള്ളൂ. മുറിച്ച് കളഞ്ഞ ശേഷം വന്നതാണിവ. എന്തായാലും അവരെയും കൂടി ഒന്ന് കൂട്ടത്തിൽ ഒതുക്കി നിർത്താമെന്ന് വിചാരിച്ചു. വട്ടത്തിൽ ഇതേപോലെ വെട്ടി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, വല്ലാണ്ട് നീണ്ട് വൃത്തികേടായി കിടക്കുകയാണ്. ഇവരെല്ലാം മുറിച്ച് കളഞ്ഞാൽ മാത്രമേ ഭംഗിയുണ്ടാവുള്ളൂ. ഇതെല്ലാം മാറ്റി നടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത്രയും നടാനുള്ള ചട്ടിയൊന്നും ഇല്ല, സമയവും ഇല്ല. തൽക്കാലം എവിടെയെങ്കിലും വെള്ളത്തിലെടുത്ത് വെച്ച് പിന്നീട് നടാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഈ ചെടി ഏകദേശം 2 മാസം കൊണ്ടാണ് ഇവർ ഇത്രയും വളർന്നത് കേട്ടോ. ഇതിൻ്റെ അടി ഇനിയും നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഭംഗിയുണ്ടാവില്ല. നീളം കുറഞ്ഞ് കിടക്കുന്ന തന്നെയാണ് കാണാൻ ഭംഗി. പിന്നെ കുറച്ചും കൂടി അതിനെ മേലേക്ക് നട്ട് കുറച്ച് മണ്ണിട്ട് കൊടുത്താൽ കുറച്ചും കൂടി തിക്കായിട്ട് വളരും ഇത്. അപ്പോൾ മേലേക്ക് ഇത് വെച്ച് കൊടുത്ത് കുറച്ച് മണ്ണിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനെ വെട്ടി നിർത്തി. ഇനി അടുത്തത് നമ്മൾ കുറച്ച് 10 മണികൾ ഈ ബിരിയാണി വന്ന് പാഴ്സൽ കൊണ്ടിരുന്ന പാത്രമില്ലേ, അതിനകത്ത് ഞാൻ കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നു. അതും പൂവൊന്നുമില്ലാണ്ട് നിൽക്കുമായിരുന്നു. അവയെല്ലാം ഇതേപോലെ വെട്ടിക്കണ്ടിച്ച് വിട്ടിട്ടുണ്ട്. കുറച്ച് ചാണകപ്പൊടി മണ്ണും കൂടി എൻ്റെ മേലെ ഇട്ട് കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇതായിരുന്നു ഏറ്റവും വിഷമം പിടിച്ച പണി. കഴിഞ്ഞ ദിവസം നമ്മൾ നട്ട 10 മണിയാണ്. ഇത്രയും വളർന്നിട്ടുണ്ട്. പക്ഷേ ഇത് നന്നായി ബുഷിയായിട്ട് വരണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ തളിർപ്പുകൾ മുറിച്ച് കളഞ്ഞാൽ മാത്രമേ പുതിയ തളിരുകൾ വന്ന് ഇത് നിറയെ 10 മണിയായിട്ട് പൂവിട്ട് നിൽക്കുകയുള്ളൂ. അപ്പം നമ്മളതിൻ്റെ വേര് പിടിച്ചത് കൊണ്ട് നമുക്കിതിനെ ധൈര്യമായിട്ട് മുറിച്ച് കളയാം. അതിൻ്റെ നീണ്ടു നിൽക്കുന്ന ഭാഗമെല്ലാം മുറിച്ച് കളയാൻ തോന്നാത്തത് കൊണ്ട് ഞാൻ അതിനെ തന്നെ ഹോൾസിൻ്റെ ഇടയ്ക്ക് സ്ഥലമുള്ളതിനകത്തൊക്കെ ഒന്നും കൂടി തിരികെ കയറ്റി ഇതേപോലെ വെച്ച് കൊടുത്തു കേട്ടോ. താഴ്ഭാഗത്തായിട്ടും അത് മുറിച്ച് കളഞ്ഞതെല്ലാം അതിനകത്ത് തന്നെ ഞാൻ നട്ടു വെക്കുകയാണ് ചെയ്തത്. ഇത് നമ്മുടെ വെള്ള 10 മണിയാണ്. ഇതിലിപ്പം പൂവിട്ട് വരുന്നുണ്ട്, എന്നാലും എത്രയൊന്നും പൂവ് പോരാ. ഈ സമയത്ത് കുറച്ചുകൂടി നന്നായി പൂവിടേണ്ട സമയമാണ്. അപ്പോൾ അതിനെയും പ്രൂൺ ചെയ്ത് വിടുന്നുണ്ട്. കണ്ടില്ലേ. ഇനി ഈ ചെടി തന്നെ ഒരിക്കൽ ഞാൻ പ്രൂൺ ചെയ്ത് ഉണങ്ങിപ്പോയിട്ട് പ്രൂൺ ചെയ്ത് നന്നായി നിന്നിരുന്നതാണ്. അതിനെ എന്താണെങ്കിലും ഒന്ന് നീളം കുറച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഒരു ചട്ടി നിറയെ ഉണ്ട് 10 മണി. കുറേ പൂവുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ തീരെ പൂവില്ല. അപ്പോൾ അതിനെ എന്താണെങ്കിലും നന്നായി തന്നെ അങ്ങ് മുറിച്ച് കളയുന്നുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് കുറച്ച് ചാണകപ്പൊടിയും മണ്ണും കൂടി ഇട്ട് വേണമെങ്കിൽ നമ്മൾ മുറിച്ച് കളഞ്ഞ് കുറച്ച് തണ്ടും കൂടി കുഴിച്ച് വെക്കാം എന്ന് വിചാരിക്കും. ശരിക്കും ചട്ടി മാറ്റി നടുവാണെങ്കിൽ അതാണ് നല്ലത്, പക്ഷേ അതിനുള്ള സമയമില്ല. അപ്പോഴാണ് നമ്മുടെ കിളിക്കൂട്ടിലെ കിളികൾ പുറത്തിറങ്ങിയിരിക്കുന്നത് കണ്ടേ. സാധാരണ ഒരുത്തി പുറത്തിറങ്ങാറില്ല, കൂടിനകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് നോക്കി എന്താ സംഭവം, മുട്ട പോയോ എന്ന്. അപ്പോൾ അതാ 3 മുട്ട ഇട്ടിട്ടുണ്ട്. ആദ്യം 1 മുട്ട ഉണ്ടായിരുന്നുള്ളൂ. വിരിയേണ്ട സമയമായി, ഇതുവരെ വിരിഞ്ഞിട്ടില്ല. ഇപ്പോൾ നോക്കുമ്പോൾ 3 മുട്ടയുണ്ട്. ഇനി നമ്മുടെ വിങ്കാ റോസ് പ്രൂൺ ചെയ്യാം. അതും കുറച്ച് വിഷമം പിടിച്ച പരിപാടിയാണ്. കാരണം ഒരുപാട് അന്വേഷിച്ച് നടന്ന് കണ്ടെത്തിക്കൊണ്ട് വെച്ചതാണ്. ഇപ്പോൾ എല്ലാം പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതും പ്രൂൺ ചെയ്താൽ മാത്രമേ നല്ല ബുഷിയായിട്ട് വരുള്ളൂ. അതിനെയും പ്രൂൺ ചെയ്തതിനെ കളയാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ ഇലയെല്ലാം പറിച്ച് കളഞ്ഞ് കുറേ എണ്ണം അതിനകത്തും പിന്നെ കുറച്ചപ്പുറം മാറ്റിയായിട്ടും കുത്തി വെച്ചു. പിന്നെ അടുത്തത് ഇതാണ്. ഇത് തൈ മുളപ്പിച്ച് ഉണ്ടാക്കിയ വിങ്കാ റോസ് ആയിരുന്നേ. ഇതിലും അത്യാവശ്യം ബുഷിയായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഞാനിത് തൈയായിരുന്നത് കൊണ്ട് തന്നെ വളർന്നു വരുമ്പോഴേ ഞാൻ എൻ്റെ തലക്കിൽ ഞുള്ളി വിടുമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ അധികം ബുഷിയായിട്ടുണ്ട്. എങ്കിലും കുറച്ചുകൂടി നന്നായിക്കോട്ടെ വിചാരിച്ച് എന്തായാലും ഇറങ്ങിയതാണല്ലോ, അതിനെയും പ്രൂൺ ചെയ്തു. മാറ്റി കുത്താൻ വേണ്ടി നോക്കിയപ്പോഴാണ് എൻ്റെ ചെടീൻ്റെ അടിയിൽ നിറയെ വെള്ള പൂപ്പല് പോലെ. അത് മിക്കവാറും എല്ലാ ചെടിക്കും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കൊമ്പ് ഞാൻ പറമ്പിൽ ഒരു കപ്പേൻ്റെ ചൂടിൽ കളയാൻ മനസ്സില്ലാത്തത് കൊണ്ട് മാത്രം അവിടെ കൊണ്ട് കുത്തി വെച്ചു കേട്ടോ.
ബാക്കി നമ്മുടെ ചട്ടിയിലുണ്ടായിരുന്ന എല്ലാ 10 മണികളും ഞാൻ മുറിച്ച് വിട്ടു. 2 എണ്ണത്തിന് മാത്രം മുറിച്ചിട്ടില്ലേ, അത് നല്ല വെയിലത്തായിരുന്നു. പിന്നെ മുറിക്കാന്ന് വെച്ചിട്ടാണ്. പിന്നെ വിചാരിച്ചു അതവിടെ നിൽക്കട്ടെ, ബാക്കിയെല്ലാം പ്രൂൺ ചെയ്തല്ലോ, അത് അങ്ങനെ നിൽക്കട്ടെ, ഏതിലാണ് മാറ്റം വരുന്നതെന്ന് നോക്കാം. പിന്നെ ഈ ഒരു ചെടി നല്ല പച്ചയാണ്, ഇതിൻ്റെ ഈ പച്ച കൊണ്ട് മാത്രമാണ് ഈ ചെടി എനിക്കിഷ്ടം. പിന്നെ ഇതിൻ്റെ ഒരു മണം, ഇലയ്ക്ക് നല്ല നമ്മുടെ കശുമാവിൻ്റെ തളിരില മണക്കുന്ന ഒരു മണമില്ലേ, അങ്ങനെയാണേ. ഇത് പക്ഷേ മുറിച്ച് വിട്ടാൽ മാത്രമേ നല്ല നല്ല ഇലകൾ വരുമല്ലോ, അല്ലെങ്കിൽ ഇതേപോലെ പൊന്തി പോകും. കണ്ടോ, നല്ല നീളമുണ്ട്. അത്രയും നീളത്തിൽ നിൽക്കുമ്പോൾ അതിനൊരു ഭംഗിയില്ല, മുറിച്ച് കളഞ്ഞാലേ രസമുള്ളൂ. ഇതെല്ലാം ഞാൻ അങ്ങനെ മുറിച്ച് വിട്ടിരുന്നു തന്നെയാണ്, തലക്കഞ്ഞുള്ളി വിടുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗം കൂടി ഞാൻ ഒരേ ലെവലിൽ വെച്ചിട്ട് മുറിച്ച് കളയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ തുടർന്നുള്ള അപ്ഡേഷനുകൾ ഞാൻ ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.